1430 റേഞ്ചിലെ കോട്ടൺ ഹക്കോബയിൽ അജ്രക് പ്രിന്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റാണ് കാണുന്നത്. നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. ഒരുപാട് കസ്റ്റമർ എൻക്വയറി ഉണ്ടായിരുന്നതാണ്. ഈ പ്രാവശ്യം നമുക്ക് ചെറുതും വലുതായിട്ടുള്ള പ്രിന്റിലായിരുന്നു വന്നേക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ. നമുക്ക് ഫസ്റ്റ് ഒരു യെല്ലോ ടോൺ വരുന്നുണ്ട്, പിന്നെ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ബ്ലാക്ക് കളറും, ലാസ്റ്റ് നമ്മൾ കാണുന്നത് ആ ഒരു മെറൂൺ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ നമുക്ക് വലിയ ഡിസൈനിലും വരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലൂ ഷെയ്ഡും പിന്നെ നമുക്ക് ബ്ലാക്കും അതുപോലെ ഒരു റെഡ് ഷെയ്ഡിലാണ്, മെറൂണിഷ് റെഡ് കളറിലാണ് വരുന്നത്. രണ്ടിൻ്റെയും കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവെക്കാം. പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ചെറിയ ഡിസൈനാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഇതാണ് ഡിസൈൻ്റെ ക്ലോസർ ലുക്ക് നമുക്ക് വന്നേക്കുന്നത്. മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും. ദാമൻ ഏരിയയിലും പ്രിൻറ്റും ക്രോഷ്യോ വർക്കും ആണ് വരുന്നത്. ദുപ്പട്ട വരുമ്പം ആപ്ലിക് വർക്ക് ചെയ്ത് കോട്ടണിൽ തന്നെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ബോട്ടം ലിനൻ കോട്ടൺ ബോട്ടം ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഷെയ്ഡ് ഇതാണ്. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അതിൽ നമുക്ക് ബ്ലാക്ക് ടോൺ ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ട് ദാമൻ ഏരിയയിൽ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോഴും സെയിം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ട. എല്ലാം സെയിം തന്നെയാണ്. ആ സെൻറ്ററിൽ നമുക്ക് ആ ഒരു അജ്രക് പ്രിൻറ്റിലുള്ള കളറിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മെറൂൺ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ വരും. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ, നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ 4 സൈഡിലും ക്രോഷ്യോ വർക്ക് കൊടുത്തിട്ടാണ് വരുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. അതിൽ ചെറിയ ഡിസൈനാണ് വന്നേക്കുന്നത്. ചെറിയ ഡിസൈൻ വന്നിട്ട് അതിൽ മിറർ വർക്കാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ സെയിം തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ. എല്ലാം സെയിം തന്നെയാണ്. കളറിലുള്ള ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ബോട്ടം നമുക്ക് നല്ല ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെയിം തന്നെ യെല്ലോ അല്ല കേട്ടോ, ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. അതിലും സെയിം പാറ്റേൺ തന്നെ മിറർ വർക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എല്ലാ സെറ്റും കാണാൻ നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പാറ്റേൺസ് ഒക്കെ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതുണ്ട്. ദുപ്പട്ടയുടെ പാറ്റേൺ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ സൈഡിൽ ക്രോഷ്യോ വർക്കായിട്ട് വരും. ബോട്ടം നമുക്ക് പ്ലെയിൻ ആയിട്ട് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ബോട്ടം വന്നേക്കുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ബ്ലാക്കാണ്. ഹക്കോബ ഫാബ്രിക്കിൽ തന്നെ പ്രിൻറ്റ് ചെയ്തിട്ട് വരുന്ന ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ ദുപ്പട്ട. ദുപ്പട്ട സെയിം തന്നെ, നമ്മളിപ്പോൾ കണ്ട സെയിം തന്നെ വരും. ബോട്ടം വരുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ലാസ്റ്റിൽ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മെറൂൺ ഷെയ്ഡ്. ക്ലോസർ ലുക്ക് വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് 1430 റേഞ്ചിൽ വന്നേക്കുന്ന ഈ ഒരു സെറ്റുകളെല്ലാം നമുക്ക്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട പാറ്റേൺ വരുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ട് കോട്ടൺ ബോട്ടം, ഈ ഒരു സെയിം കളർ ടോൺ തന്നെ കോട്ടൺ ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ കാണുന്ന ബ്ലാക്ക് ടോൺ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ്. നല്ല രസമായിട്ടാണ് പ്രിൻറ്റ്സ് എല്ലാം വന്നേക്കുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് കോട്ടൺ ദുപ്പട്ടയും ബോട്ടം നമുക്ക് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്.